पति ब्रह्मचारी। ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കിഡ്നാപ്പ് ആരാ ചെയ്തതെന്ന്. എൻ്റെ കൂടെ വരൂ. വാ വാ വരൂ വരൂ. ആ പെൺകുട്ടി ഇവിടെയുണ്ട്. ഈ പെൺകുട്ടിയെയാണ് കെട്ടിയിട്ടിരുന്നത്. ദയവായി നിങ്ങൾ ഈ പെൺകുട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം പ്ലീസ്. അല്ല, എന്നെ കുറിച്ചാണ് പറയുന്നത്. അതേ മോളെ, ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാ പറഞ്ഞത്. ചേച്ചി ലേറ്റസ്റ്റ് സൗണ്ട് കേട്ടു നോക്ക്. കേൾക്കാൻ നല്ല രസം ഉണ്ടാവും. നോക്കിക്കോ, സൂരജേട്ടൻ വരുന്നവരെ നിങ്ങളെ ഞാൻ എന്തായാലും ബോറടിക്കാൻ സമ്മതിക്കില്ല. ചേച്ചി നിങ്ങൾ എന്തിനാ കരയുന്നേ? ചേടാ, ഞാനും എന്തൊരു മണ്ടനാ. വായല് ടവലും കൊണ്ട് കെട്ടിവെച്ച എങ്ങനെ സംസാരിക്കാനാ? എന്നെ അഴിച്ചു വിടുവോ? അയ്യോ, ഞാനില്ല. സൂരജേട്ടൻ വന്നാ എന്നെ തല്ലും. നീ ആരെയും പേടിയില്ലാത്തവനല്ലേ? അത് ശരിയാ, എനിക്കാരും പേടിയില്ല. ഓഹോ, നിന്റെ പേരെന്താ? എന്റെ പേര് ബ്ലൂടൂത്ത് എന്നാ. എല്ലാരും എന്നെ സ്നേഹത്തോടെ ബീട്ടിന്നാ വിളിക്കുന്നേ. ആ, എന്നാ ഞാൻ നിന്നെ ബീട്ടിന്ന് വിളിക്കാം. ബ്ലൂടൂത്ത് ബീട്ടിന്നൊന്നുമല്ല, ബ്രേവ് ടൈഗർ ബീട്ടി. ആ ശരി, എന്നെ പെട്ടെന്ന് അഴിച്ചു വിട്ടെ. എന്നാലും എനിക്ക് നിനക്ക് ചോക്ലേറ്റും ബലൂൺസും വീഡിയോ ഗെയിംസും ഒക്കെ തരാൻ പറ്റും. ചോക്ലേറ്റോ ബലൂണോ? പ്രോമിസ്? പക്ക പ്രോമിസ്. നിങ്ങൾ പോലീസിനെ വിളിച്ചിരുന്നോ? നോക്കൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് പറയൂ, നിങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ? പറയൂ. അല്ല ഇൻസ്പെക്ടർ, ഇതിന്റെ ഹസ്ബൻഡിന്റെ വീടാ. ഇവരൊക്കെ എന്റെ സ്വന്തം ആൾക്കാരാ. ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാ, സുഖമായിട്ട് തന്നെയാ കഴിയുന്നത്. എനിക്കിവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ആരുടെങ്കിലും ഫോൺ ഇവിടെ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും വികൃതി കാണിച്ചായിരിക്കും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഐ എം സോറി. ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇവള് തന്നെയാണോ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലല്ലല്ല, ഇതെങ്ങനെ സംഭവിച്ചു? നീ ശരിക്കും ഇവിടെ ഹാപ്പിയാ? ആ, വളരെ ഹാപ്പിയാ. ഇവൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? മുമ്പിൽ നിൽക്കുന്നത് പോലീസുകാരല്ലേ? സത്യം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ നാടകം കളിക്കുന്നത്? നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചോളൂ. നിങ്ങൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങിയല്ലോ പറയുന്നത്. സമ്മർദ്ദം? എനിക്കെന്ത് സമ്മർദ്ദം ഉണ്ടാവാനാ സർ? 2 ദിവസം മുന്നെയാ എന്റെ കല്യാണം കഴിഞ്ഞത്. ഇതാ അദ്ദേഹം എന്റെ ഹസ്ബൻഡ്. അദ്ദേഹം എന്റെ എല്ലാ ആവശ്യങ്ങളും സന്തോഷവും നടത്തി തരുന്നതാ. ഇദ്ദേഹം ഇവിടെ ഉള്ളപ്പോ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളുടെ കല്യാണം ഈയിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിവിടെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. ശരി, നല്ല കാര്യം തന്നെ. എന്നാ ഞങ്ങൾ പോട്ടെ. ഇവൾ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? ശരി സാർ, ഞാൻ എല്ലാം നോക്കിക്കോളാം. പക്ഷേ റോഹൻ എന്താ ചെയ്യേണ്ടത്? ശരി. എന്നാ ശരി സാർ, ഞാൻ എല്ലാം നോക്കിക്കോളാം. സാർ ടെൻഷൻ ആവണ്ട. ശരി. ആ ഡയറിയിൽ റോഹന്റെ അഡ്രസ്സ് കാണും. എങ്ങനെയെങ്കിലും ആ ഡയറിയിൽ നിന്ന് റോഹന്റെ അഡ്രസ്സ് കണ്ടെത്തി അവിടെ എത്തിയേ പറ്റൂ. മോളെ, ഇന്ന് നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല മോളെ, ഒരു കല്ല് വിടുന്ന് ചെളി തെറിക്കുമ്പോൾ ആദ്യം ഉയരുന്നത് നമ്മുടെ കൈ തന്നെയായിരിക്കും. അത് തടയാൻ വേണ്ടി. എന്നാൽ ഈ വീട്ടിലുള്ളവർ ഈ വീട്ടിന്റെ അഭിമാനത്തിന് നേരെ ചെളി എറിഞ്ഞിട്ടേ ഉള്ളൂ.
പക്ഷെ ആ ചെളി പറ്റാതെ നീ ഇന്ന് രക്ഷിച്ചു. നീ ചെയ്തത് ഈ കുടുംബത്തിന് നല്ലതാണെങ്കിലും പക്ഷെ എത്ര കാലം നീ ഇങ്ങനെ കഴിയും? ഈ വീട്ടിലുള്ള ആളുകള് സ്വയം നശിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെങ്കിൽ അവരെ നിനക്ക് എത്ര കാലം രക്ഷിക്കാൻ പറ്റും? ഞാൻ രക്തബന്ധം കൊണ്ട് കുടുങ്ങിപ്പോയതാണ്. ആഗ്രഹിച്ചാലും അത് പൊട്ടിച്ചെറിയാൻ കഴിയില്ല. എന്ന് വെച്ച് നീ ഇതിൽ കുടുങ്ങി കിടക്കേണ്ട ഓരോ ആവശ്യമില്ല. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മോള് സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഇതിനകം തന്നെ മോള് രക്ഷപ്പെട്ടു പോയനെ. ബ്ലൂ സോക്സ് അവിടെ നിന്ന് കണ്ടില്ലേ? ആ ബെഡിന്റെ അടി നോക്ക്. തല്ലിപ്പൊളി സാധനങ്ങൾ കൊണ്ട് മെനക്കേടെ ഉണ്ടാവും, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നീ എന്നെ കളിയൊക്കെ ചിരിച്ചതല്ലേ? ഇനി നീ എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നത് കണ്ടോ? വെള്ളം താഴെ വീണല്ലോ. പോട്ടെ, ഒരു കാര്യം ചെയ്യ്, ആദ്യം അത് തുടയ്ക്കാൻ നോക്ക്. അതിനുശേഷം താഴെ പോയി വെള്ളം കുടിച്ചാൽ മതി. അലമാരയുടെ മേളിലൊന്ന് ചെക്ക് ചെയ്യണം. ചെല്ലേ. അതാ അവിടെ ഒരു ചെയർ കണ്ടില്ലേ? അത് യൂസ് ചെയ്തോ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ ബോധ്യാൻ തോന്നുന്നു. സ്വന്തം കാല് നമ്മളെ കൈവിട്ടാനുള്ള അനുഭവം മനസ്സിലായോ? ഇനിയെങ്കിലും ആരെങ്കിലും കളിയാക്കി വെച്ചിരിക്കുന്നതിന് മുമ്പ് ഇത് ഓർമ്മ വെച്ചോ. പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തമാശയായി കാണുന്നവർക്ക് ഈ വീട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. കടന്നു പോയിക്കോ അവിടുന്ന്. ഒരാളോട് കാരണം പറയാതെ എങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തായിരിക്കും? അച്ഛന് മുമ്പിൽ നല്ല കുട്ടിയായിട്ട് നിന്നു, പക്ഷെ അതിനുള്ള തന്ത്രപ്പാടില് ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൊച്ചാവുകയും ചെയ്തു. അല്ല, വായിക്കാനെല്ലാം അറിയാലോ, എന്താണെന്ന് കണ്ടില്ലേ? നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഞാൻ വിദ്യ. ഈ ബോർഡൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. അങ്ങോട്ട് മാറും. എന്നാലും അവള് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇവിടെ രക്ഷപ്പെട്ട് പോവായിരുന്നല്ലോ. പിന്നെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നേ? ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ കാണാൻ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും, പക്ഷെ വിളഞ്ഞ വിത്തുകളായിരിക്കും, കള്ളികളുമായിരിക്കും. ആ പിന്നെ എന്താ പറയുന്ന അതിന്? ശരിക്കും ശരിക്കും ഇരുതല മൂർച്ചയുള്ള വാള് പോലെ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവളെന്താ ഇവിടുന്ന് പോവാത്തെ? പോകാനുള്ള അവസരം നോക്കി ഇരിക്കുവായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാ ഇവിടെ തന്നെ കിടക്കുന്നേ? അല്ല, അമ്മായി ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. അങ്ങനെ തിരിച്ചു വരുമ്പോ ഈ വീട്ടില് ആ പെണ്ണിനെ കണ്ടാലോ? അതും അമ്മായി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണല്ലേ? അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? അമ്മായിയുടെ അവസ്ഥ എന്തായിരിക്കും? കേട്ടിട്ടില്ലേ, ശരീരത്തിലുണ്ടാവുന്ന മുറിവൊക്കെ എങ്ങനെയെങ്കിലും മായ്ക്കാം, പക്ഷെ മനസ്സിലുണ്ടാവുന്ന മുറിവോ അതൊരിക്കലും മായില്ല. വല്യമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഇഷ മാഡത്തിനെ ഇവിടുന്ന് പറഞ്ഞേക്കണം. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഇഷ മാഡത്തിന് ഇവിടുന്ന് പറഞ്ഞേക്കാം.
അതുവരെ ഈ കാര്യങ്ങളൊന്നും വല്യമ്മ നീ ഒരിക്കലും അറിയിക്കരുത്. ശരി, നീ ഇഷയുടെ കാര്യം നോക്കൂ. അമ്മായിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് തന്നെ ഇഷ മാഡം സാറിനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറായേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരായിരുന്നു. ഇത് മുത്തശ്ശൻ ചേച്ചിക്ക് കൊടുത്തയച്ചതാ. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് എന്റെ അമ്മ എന്റെ ചെവി തിരിച്ചു കളഞ്ഞു. ഇനി ഇപ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്താലേ അമ്മ എന്റെ ചെവി പറിച്ചെടുത്ത് അടുപ്പിലിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാവശ്യം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഫോൺ തരൂ. നിനക്ക് ഓർമ്മയില്ലേ, നീ ബ്രേവ് ടൈഗർ അല്ലേ? ലാസ്റ്റ് ടൈം പ്ലീസ്. ലാസ്റ്റ് ടൈം. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളോടാ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നേന്ന്? അത് ഞാൻ കണ്ടില്ലേ, തുണികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം അടുക്കി വെക്കാന്ന്. വിവരം കിട്ട ഗുണ്ട. സാറിനോട് സോറി പറയ്, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ നാടകം കളിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യ ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താ അതിന് നാടകം എന്നാണോ പറയുന്നത്? എന്താ എന്താ പറഞ്ഞേ? ഭാര്യയോ? അതെ, ഭാര്യ തന്നെ. ആ, ഈ താലി നീ തന്നെയല്ലേ കെട്ടി എന്റെ കഴുത്തില്. പിന്നെ നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ. വെള്ളം കൊണ്ടുവന്നു, ഡ്രസ്സ് വാങ്ങി തന്നു. അപ്പൊ പിന്നെ നിന്റെയും ഈ വീട്ടിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാ നിനക്ക് എന്താ പ്രോബ്ലം? അത് ശരി, അപ്പൊ നിങ്ങൾ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമോളാണല്ലേ? നല്ല കാര്യം. എന്നാ പിന്നെ ഭാര്യയുടെ ചുമതലകളൊക്കെ നിർവഹിച്ചോളൂ. ഈ വീടിനോടുള്ള കടമ നിറവേറ്റിക്കോ. മരുമോൾക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഉടനെ മനസ്സിലായിക്കോളൂ. എന്റെ ദൈവമേ, ഞാൻ തോറ്റു. ഇത്രയും വലിയൊരു വിവരം എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ആരും അറിയാതെ കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് തിരക്കായോ? ഹാവു, ഇന്നലെ നീ കാണാൻ വന്നിട്ടും ഓർക്ക ഗുളിയ കഴിച്ചത് കാരണം ശരിക്കും നിന്നെ കാണാൻ പറ്റിയില്ല. അതിന് ഇന്നലെ ഞാൻ വന്നിട്ടേ ഇല്ലല്ലോ. എന്താതെന്ന്? ഞങ്ങൾ എല്ലാരും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാ എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത്? അമ്മായി തൽക്കാലം ഇതേ അവസ്ഥയിൽ ഇരിക്കുന്നതാ നല്ലത്. എന്നാലേ സ്വയം സത്യം മനസ്സിലാക്കി എന്നെയും സൂരജിനെ ഒന്നിപ്പിക്കാൻ ഇവര് ശ്രമിക്കും. പറയുന്നേ എന്ത് പറയാനാ? എല്ലാം പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മായിയുടെ ഇതേക്കുറിച്ച് പറയാൻ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഓ, എന്റെ ഭഗവാനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്തായാലും നീ തന്നെ എന്റെ മരുമകളായിട്ട് വരണമെന്ന്. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. എന്തായാലും നീ സൂരജിന്റെ ജീവിതത്തിലെത്തി. നീ നോക്കിക്കോ, സാവധാനം എന്റെ സൂരജ് പഴയതുപോലെ നല്ല കുട്ടിയായി മാറുന്നത് കണ്ടോ. എന്റെ മനസ്സിന്റെ ആദ്യമൊക്കെ നീ മാറ്റി. നന്നായി വരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇഷയെ സൂരജ് ഇവിടെ നിന്ന് ഓടിക്കാതിരിക്കില്ല. പിന്നെ അമ്മായി പറഞ്ഞതുപോലെ ഞാൻ തന്നെ ആയിരിക്കും അവനെ കെട്ടാൻ പോകുന്നത്. അവന്റെ ബ്രഹ്മചര്യ വ്രതം തകർക്കാൻ പോകുന്നതും ഞാൻ തന്നെ ആയിരിക്കും.
ഇത് കണ്ടോ, ഇതെന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയാ. നീ മുഖം കാണിച്ചതിനുള്ള സമ്മാനം. ഇതെപ്പോഴും സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഉടനെ തന്നെ ഉണ്ടാവും സർ. ഞാൻ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇഷ ഭയങ്കര വാശിയിലാണ് നിൽക്കുന്നത്. വിരണ്ട കുതിരയും മതം പൊട്ടിയ ആനയും കാട്ടുമൃഗങ്ങളെയൊക്കെ മയക്കുവെടി കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ സൂരജ്. അതുപോലെ ഇങ്ങോട്ട് വരികയല്ലാതെ മറ്റൊരു വഴി അവളുടെ മുന്നിൽ ഉണ്ടാകരുത് സൂരജ്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവളുടെ മുഖത്ത് മാത്രം ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ശരി സർ, സാറ് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. तू ना जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह कैसी है ये दास्तां ये दास्तां ഇതെന്താ? ഒരു ഭാര്യ ആവണമെന്നുണ്ടെങ്കിലേ അതിൻ്റെതായ ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്. ഇത് മുഖം കാണിക്കുന്നുള്ള ചടങ്ങാ. തെരുവിലുള്ളവരെല്ലാം ഈ ബ്രഹ്മചാരിയുടെ ഭാര്യയെ കാണാൻ വരുക. പിന്നെ ഇത് ലഹങ്കയാ. ഇതിട്ടോ നല്ലൊരു ഭാര്യയായിട്ട് അണിഞ്ഞൊരുങ്ങി വാ. നിന്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. കൊല്ലം കൊണ്ടുവന്നിരിക്കാം ബ്രഹ്മചാരി. എവിടെ നിന്നാണോ എന്തോ ഇത്രയും വെയിറ്റുള്ള ലഹങ്ക വാങ്ങി ഒരു പിന്നു പോലും കുത്താൻ പറ്റുന്നില്ല. ഇതിപ്പോ ഒരു വെയിറ്റുള്ള പടച്ചട്ട ഇട്ട പോലെ ഉണ്ടല്ലോ. ഈ ഷോളിന് അതിനേക്കാളും വെയിറ്റാ. അല്ല, നമ്മുടെ പുതുമണവാട്ടിയെ വിളിക്ക്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. നിന്റെ കല്യാണം പെട്ടെന്ന് നടക്കട്ടെ. ഇന്നലെ രാത്രി വരെയും പോണെന്നുള്ള വാശിയായിരുന്നു മഹാറാണിക്ക്. ഇപ്പോഴോ ഇതിന്റെ ഭർത്താവിന്റെ വീടാണത്രേ. പിന്നെ സൂരജോ ബ്രഹ്മചാരിയുടെ മുഖംമൂടിയും വെച്ച് നടക്കാം. കണ്ടില്ലേ, ഭാര്യയുടെ മുഖം കാണിക്കാൻ നടക്കാം. ഇവിടെ ഉള്ള ജോലി ചെയ്ത് 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 മനുഷ്യന്റെ നടു ഒടിയാറായി. ചേട്ടാ, എന്തിനാ ഈ മുഖം കാണിക്കൽ പരിപാടിയൊക്കെ? എന്തിനാ തെരുവിലുള്ളവരൊക്കെ വിളിച്ചിരിക്കുന്നേ? ഇവിടെ ഒരാൾക്ക് ഭാര്യയാവാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ മഹാറാണിയുടെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുത്തതാ. ചേട്ടന്റെ തലയിലുള്ള പ്ലാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, രാവിലെ പോലീസുകാരെ കണ്ടപ്പോ തന്നെ അച്ഛൻ ആകെ മൂടോട്ടായതാ. ഇനിയിപ്പോ അത് കൂടുതൽ വഷളാക്കാൻ നിക്കല്ലേ? എന്റെ മൂഡ് വളരെ മോശ. വെറുതെ നീനെ ദേഷ്യം പിടിപ്പിക്കരുത്. അകത്ത് പോയി നീ നിന്റെ ജോലിയാ നോക്ക്. ചെല് പോവാൻ. എന്തൊക്കെ നോക്കി എടുക്കുന്ന പണിയെടുക്കാൻ കൊണ്ട്. ശരിക്കും മണവാട്ടിയുടെ മുഖം കാണുന്ന പരിപാടി അമ്മായിയമ്മയാണ് തുടങ്ങി വെക്കേണ്ടത്. പക്ഷേ ഇതിപ്പോ സരള ചേച്ചി ഹോസ്പിറ്റലായി പോയില്ലേ, എന്ത് ചെയ്യും? അതെ ആന്റി, ജാനകി ചേച്ചി മരുമോളുടെ മുഖം കാണൽ പരിപാടിയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചാൽ നടത്തി കഴിഞ്ഞു. അത് ശരി. ബായ്. ആ സുരേട്ടാ, ആ ലൈറ്റ് ഓൺ ചെയ്. अजब है कहानी गजब है फसाना है रिश्ता ये कैसा किसी ने न जाना अलग है मिजाज एक दूजे से बिल्कुल पर चल रहा कारवां ये कारवां एक है ज़मीन एक है दोनों ही है पर लंबी है दूरियां दूरियां।
ആഹാ, രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയാ. ശരിക്കും ശ്രീരാമനെ സീതയെ പോലെ. നിന്നെടുത്ത് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എന്നുവെച്ചാ മനസ്സിലാക്കി തരാം. മരുമക്കളെ ഇവിടെ കയറി വരുന്നവരൊക്കെ ഡാൻസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല അതിഥികൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതെല്ലാം ചെയ്യേണ്ടി വരും. എടാ, നീ ലൈറ്റ് നോക്കി. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അച്ഛനെയാണോ? അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങൾ ആരും രക്ഷിക്കാൻ പറ്റില്ല. ഡാൻസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയും, എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. മ്യൂസിക്. അപ്പോൾ ഈ വീട്ടിൽ പുതിയതായി വന്നിരിക്കുന്ന മരുമകൾ സ്വന്തം ടാലന്റ് നിങ്ങളെ കാണിക്കും. അതും ഡാൻസ് ചെയ്തുകൊണ്ട്. ആടിക്കൈ. ചേട്ടാ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ഏട്ടത്തി എല്ലാവരുടെ മുമ്പിലും കോമാളിയാക്കാൻ പോവാണോ? ഇതൊട്ട് ശരിയല്ല കേട്ടോ. നീ മിണ്ടാതിരിക്കെ. എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. മാറി നിൽക്കാൻ കൊണ്ട്. എടി കാവ്യ, ചെയ്യട്ടെന്നേ. അങ്ങനെ നമുക്കും ഇഷ്ടച്ചേട്ടത്തി ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഒരു അവസരം കിട്ടുമല്ലോ. പറയാൻ പറ്റില്ലടി, ചിലപ്പോ പണക്കാര് മാത്രം ചെയ്യുന്ന സ്റ്റെപ്പ് എല്ലാം കിട്ടിയാലോ. റിയ പ്ലീസ്. ഇത് തമാശയൊന്നുമല്ല കേട്ടോ. അതിനിപ്പം മോളായാലും മരുമോളായാലും അവരെ ഒരു കാഴ്ച വസ്തുവാക്കാൻ ആർക്കും അവകാശമില്ല. ഞാൻ അവൾക്ക് ഓപ്ഷൻ കൊടുത്തതാ. പക്ഷെ ഇവൾക്ക് ഇവിടെ ഒരു കോമാളിയാകുന്നതിനേക്കാളും വലുത് ഇവളുടെ പിടിവാശിയാ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? हर बंदिश से छूट के बस इश्क के അമ്മ, അയ്യോ, എന്തൊരു ഭംഗിയാ മോളെ ഈ ഡ്രസ്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ. എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കണോ? ഒന്ന് രണ്ട് സ്റ്റെപ്പ് കൂടെ കളിക്കുന്നേ. അങ്ങനെ. അതെ, മതി മതി മതി. ഏട്ടത്തി ക്ഷീണിച്ചു. ക്ഷീണിച്ചെന്നോ? നീയൊക്കെ എന്തായി പറയുന്നത്? കണ്ടില്ലേ, ഇവള് നല്ല ഫ്രഷ് ആണ്. ചുരുങ്ങിയത് ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ഡാൻസ് ചെയ്യാൻ പറ്റും അല്ലേ?